ഉയിർപ്പുകാലം ഒന്നാം ശനി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 50 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെടുന്നു. ഉയർത്തതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതും തൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം എന്നിവ മോശെയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതപ്പെട്ടിരുന്നവയുടെ പൂർത്തീകരണമാണെന്നും യേശു വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ജനതകളോടും ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടാനുള്ള ദൗത്യം യേശു ശിഷ്യരെ ഭരമേൽപ്പിക്കുന്നു. ഇതിലൂടെ പുതിയ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ പുതുതായി രൂപം കൊള്ളുന്ന പുതിയ ജനത്തിന് നൽകപ്പെടുന്നു. എല്ലാ ജനതകളെയും രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ദൈവഹിതം. അത് ശിഷ്യന്മാരിലൂടെ ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച് ഭാവി ശിഷ്യന്മാരിലൂടെ ലോകം മുഴുവൻ കൈമാറപ്പെടേണ്ടതാണ്. അവൻ്റെ കൈകളും കാലുകളും നാവും ഇനി നമ്മുടെ കൈകളും കാലുകളും നാവുമാണ്. അത് സുസാധ്യമാക്കുന്നതിന് പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തീക്ഷ്ണമായി ഒരുങ്ങുക എന്ന് അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത് ഓരോ തലമുറയിലും ആവർത്തിക്കപ്പെടുന്ന